വളരെ പ്രധാനപ്പെട്ടതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുമായ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഓരോ വ്യക്തികളോ രാജ്യങ്ങളോ സംഘടനകളോ ഒന്നൊന്നായിട്ട് വീഴുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒന്നൊന്നായിട്ട് തകരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പലപ്പോഴും തോന്നിപ്പോകുന്നത് പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി വീണ്ടും ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ വെമ്പൽ കൊള്ളുകയാണോ എന്നാണ്. ഇത് കുറെ പേർക്ക് ഇതൊക്കെ വളരെ തമാശയായി തോന്നാം, പരിഹാസമായി തോന്നാം. ഇന്ത്യയുടെ ചരിത്രം മനസ്സിലാക്കി ആർക്കും അങ്ങനെ തോന്നുകയുമില്ല. ഇന്ത്യ ഒരു കാലത്ത് എന്തായിരുന്നുവെന്നും ഇന്ന് നമ്മൾ എന്താണെന്നും നാളെ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും പരിശോധിക്കുമ്പോൾ, ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും പരിശോധിക്കുമ്പോൾ പ്രകൃതി ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയെ പലരും കളിയാക്കാറുണ്ട്. എന്നാൽ ഒരു കാലത്ത് വിശ്വഗുരു തന്നെയായിരുന്നു. എന്നാൽ ഇന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇന്ന് വേണമെങ്കിൽ വിശ്വഗുരു എന്ന് അമേരിക്കയെ വിളിച്ചോളൂ. കാരണം ഇന്ന് അമേരിക്കയാണ് ലോകത്തിന് വേണ്ടതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയാണ് ടെക്നോളജിയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. നമുക്ക് ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന യൂട്യൂബ്, ഫേസ്ബുക്ക്, ഗൂഗിള്, അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള പ്ലാറ്റ്ഫോമുകളും ഇന്നത്തെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടതെല്ലാം ഉണ്ടാക്കിയതിൽ ഏറിയ പങ്കും അമേരിക്കയ്ക്കുണ്ട്, യൂറോപ്യൻസിനുണ്ട്. ഇന്ന് അവര് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോകക്രമമാണുള്ളത്, അല്ലെ? ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കാതിരുന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇന്നിപ്പോ നമ്മൾ പറയാണ് ഇന്ത്യയാണ് വിശ്വഗുരു എന്ന് പറഞ്ഞാൽ ഒരിക്കലുമല്ല. അത് വെറും ഒരു നമ്മുടെ മോഹം മാത്രമായിട്ട് മാറും. നമ്മളെ ആളുകൾ കളിയാക്കും. എന്നാൽ ഒരു കാലത്ത് നമ്മൾ വിശ്വഗുരു ആയിരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നത്തെ അമേരിക്കയെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. കാരണം അത് നമ്മളല്ല കണ്ടുപിടിച്ചത്. പണ്ട് നമ്മുടെ പൂർവികർ വേറെ സംഭവമായിരുന്നു, വലിയ ലെവലായിരുന്നു എന്നൊക്കെ കണ്ടുപിടിച്ചത് ഇതേ യൂറോപ്യൻസ് ആണ്. സോ നമ്മുടെ സിവിലൈസേഷൻസ് തകർന്ന് അത് അതിന്റെ ഏറ്റവും ഉന്നതമായ ഒരു കാലഘട്ടത്തിലേക്ക്, സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തുകയും പിന്നീട് അത് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുകയും ഇന്നത് വളരെയധികം താഴേക്ക് പോവുകയും ചെയ്തു. വീണ്ടും നമ്മളൊരു തിരിച്ചുവരവിൽ നിൽക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയം പറയാൻ കാരണം, നമ്മുടെ ശത്രുക്കൾ ഓരോരുത്തരായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യയെ തകർക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നു. ആ ശ്രമങ്ങളുടെ എല്ലാം പിന്നിൽ ചരട് വലിച്ച ശക്തികളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തരെയായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് ചൈന. ദോക്ലാം മുതൽ ഉള്ള ഇഷ്യൂസ് എടുത്താൽ നമുക്ക് കഴിഞ്ഞ 62-ലെ യുദ്ധവും 67-ലെ യുദ്ധവും ഒക്കെ മറക്കാം. ദോക്ലാം മുതലുള്ള ഇഷ്യൂസ് എടുത്താൽ ഇന്ത്യയെ വരുതിയിലാക്കാൻ, ഇന്ത്യ അമേരിക്ക ബന്ധത്തെ തടയാൻ വേണ്ടിയും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനും പല ഉദ്ദേശങ്ങളോടെയും ചൈന ചെയ്തു വന്നിരുന്ന, അതിർത്തിയിലടക്കം ചെയ്തു വന്നിരുന്ന പല പ്രവൃത്തികളിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു. 2020-ലെ ഗാൽവാൻ വാലി സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈന ബന്ധം വളരെ മോശമായി. ഇന്ത്യ ചൈനയുടെ പ്രോഡക്റ്റുകൾ നിരോധിച്ചു, അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നിരോധിച്ചു, ആപ്ലിക്കേഷൻസ് നിരോധിച്ചു, ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ക്വാളിറ്റി പരിശോധന നിർബന്ധമാക്കി. അങ്ങനെ ഒരുപാട് നടപടികൾ സ്വീകരിച്ചു. അങ്ങനെ ഇന്ത്യ ചൈന ബന്ധം വഷളായി യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് പോലും ചർച്ചകൾ വന്നു. എന്നാൽ ഇപ്പോൾ 2024-ന്റെ അവസാനത്തോടെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ മുൻകൈ എടുത്തത് ചൈനയാണ്. അതിർത്തി ഇപ്പോൾ ഏറെക്കുറെ ശാന്തമാണ്. അതിർത്തിയിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാത്തിന്റെയും കാരണം ചൈന മുൻകൈ എടുത്തു എന്നുള്ളതാണ്. ഇനി ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ കൂടെ നിർത്തിയേ പറ്റൂ എന്നൊരു സ്ഥിതി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതിന് കാരണം അമേരിക്കയും ചൈനയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശീതയുദ്ധമാണ്. ചൈനയെ തകർക്കാൻ വേണ്ടി, ചൈനയെ ദുർബലമാക്കാൻ ഇന്ത്യയുമായി ബന്ധം സ്ഥാപിക്കുകയാണ് അമേരിക്ക. എന്നാൽ ചൈനയ്ക്ക് അമേരിക്കയ്ക്കൊപ്പം ഫൈറ്റ് ചെയ്യണമെങ്കിൽ, മത്സരിക്കണമെങ്കിൽ ചൈനയ്ക്കും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനമായി മാറുകയാണ്. സോ ചൈന ഇന്ത്യ റിലേഷൻ, പലരും പറയുന്ന കേട്ടു ഈ വർഷം യുദ്ധം ഉണ്ടാകും, അടുത്ത വർഷം യുദ്ധം ഉണ്ടാകും. ഒരിക്കലുമില്ല. ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ഉണ്ടാകാൻ പറ്റിയൊരു പൊസിഷനിലല്ല ചൈന. ഒരുപക്ഷെ കുറഞ്ഞതൊരു 10 വർഷത്തേക്കെങ്കിലും. ഈ 10 വർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഈ ഘട്ടത്തിൽ ചൈന ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് വന്നാൽ, ഒന്ന്, ഇന്ത്യ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല. 2, ചൈനയുടെ എക്കണോമി തകർന്ന് തരിപ്പണമാകും. അമേരിക്കയും ലോക രാജ്യങ്ങളും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇന്ത്യക്ക് ഫ്രീ ആയിട്ട് വരെ വേണമെങ്കിൽ ആയുധം തരാൻ അമേരിക്ക തയ്യാറാവും. കാരണം ചൈന എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതി എന്നുള്ളതുകൊണ്ട്. അപ്പൊ അത്തരം ഒരു ബുദ്ധിമോശം ചൈന കാണിക്കില്ല. ഇന്ത്യയുടെ സഹായം ചൈനയ്ക്ക് ഇപ്പോൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് ട്രേഡില് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നതിനെ കുറിച്ച് ഇനി സംസാരിക്കാൻ പോകുന്നത് ചൈനയായിരിക്കും. ചൈനീസ് കമ്പനികൾ കൂട്ടത്തോടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരും. ഇന്ത്യയിൽ മാനുഫാക്ചറിങ് കമ്പനികൾ തുടങ്ങും. ഇന്ത്യക്കാർക്ക് ഇത് തൊഴിലും ഇന്ത്യൻ GDP-യിലെ ഗ്രോത്തും ഇതുണ്ടാക്കും. ഇതൊക്കെ വരാൻ പോകുന്ന വർഷങ്ങളിൽ നമുക്ക് കാണാം. അപ്പോ ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ ചൈന ഇന്ത്യയുടെ മുമ്പിൽ ഒരു പരിധി വരെ പത്തി മടക്കിയിരിക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാൻ കഴിയും. പക്ഷെ അത് അവർക്ക് തന്നെ ദോഷമാകുമെന്നുള്ളത് കൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. കുറെ കാലം അവർ പത്തി മടക്കി തന്നെ പോവുകയും ചെയ്യും. അപ്പൊ ചൈനയുടെ കാര്യം അങ്ങനെയൊക്കെയാണ്. ഇനി ഇന്ത്യയെ തകർക്കാൻ ഡീപ് സ്റ്റേറ്റ് വലിയ കളികൾ കളിച്ചു. ഡെമോക്രാറ്റുകൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ സത്യത്തിൽ ഡീപ് സ്റ്റേറ്റും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യക്കെതിരെ കളിക്കാൻ ശ്രമിച്ച
നമ്മുടെ ഹിൻഡൻബർഗ് അടച്ചുപൂട്ടാൻ പോവുകയാണ്. അത്തരമൊരു തീരുമാനമെടുക്കാൻ ഹിൻഡൻബർഗിനെ പ്രേരിപ്പിച്ച യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് അജ്ഞാതമാണ്. പക്ഷേ അവർ പൂട്ടാൻ പോകുന്നു എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ കളിച്ച കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതായിരിക്കുകയാണ്. ഇനി ട്രൂഡോയ്ക്ക് അടുത്ത തവണ പ്രധാനമന്ത്രിയാകാമെന്ന മോഹം പോലുമില്ല. സാധിക്കില്ല. സ്വന്തം പാർട്ടി തന്നെ ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ്. ജസ്റ്റിൻ ട്രൂഡോയുടെ ഇന്ത്യയുമായിട്ടുള്ള ശത്രുത ട്രൂഡോയുടെ പതനത്തിലേക്ക് തന്നെ അദ്ദേഹത്തെ നയിച്ചിരിക്കുകയാണ്. മുഹമ്മദ് മൊയ്സു ഇന്ത്യക്കെതിരെ കളിച്ചു. പക്ഷെ അദ്ദേഹവും ഒടുവിൽ ഇന്ത്യയുടെ മുമ്പിൽ പത്തി മടക്കി. നമുക്കറിയാം, ഈ നമ്മുടെ ജമ്മു ആൻഡ് കശ്മീരിലെ 370 അനുച്ഛേദം എടുത്തു മാറ്റിയതിനെ തുടർന്ന് തുർക്കിയും മലേഷ്യയുമായിട്ടുള്ള ബന്ധം വളരെയധികം മോശമായി. അവർ ഇന്ത്യക്കെതിരെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു. മലേഷ്യയിൽ ഇന്ത്യക്കെതിരെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞ പ്രധാനമന്ത്രിക്ക് കസേര തന്നെ തെറിച്ചു. നിലവിൽ അൻവർ ഇബ്രാഹിം എന്ന് പറയുന്ന ആളാണ് മലേഷ്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യ മലേഷ്യ ബന്ധം അത്യാവശ്യം നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തുർക്കി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കാൻ ശ്രമിച്ചു. ഇന്ത്യക്കെതിരെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു. UN പോയി എർദോഗൻ സംസാരിച്ചു. ഒടുവിൽ G20 പങ്കെടുക്കാൻ വന്ന അതേ എർദോഗൻ തന്നെ ഇന്ത്യയെ UN രക്ഷാസമിതിയിൽ അംഗമാകുന്നതിന് പിന്തുണയ്ക്കുന്നു എന്നും പറഞ്ഞു. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണെന്നും പറഞ്ഞു. തുർക്കിയിൽ ഭൂകമ്പമുണ്ടായപ്പോൾ ആദ്യം സഹായവുമായി എത്തിയതും ഇന്ത്യയായിരുന്നു. ശ്രീലങ്കയിലെ രാജപക്സെ സർക്കാർ ചൈനയോട് വലിയ വിധേയത്വമുള്ളവരായിരുന്നു. എന്നാൽ ആ സർക്കാർ നിലംപൊത്തി. പിന്നീട് റനിൽ വിക്രമസിംഗെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നു. അവർ ഇന്ത്യൻ അനുകൂലികളായിരുന്നു. അവര് അടുത്ത തെരഞ്ഞെടുപ്പായപ്പോൾ അവർ പരാജയപ്പെട്ടു. ഇപ്പോ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി അധികാരം പിടിച്ചു. അനുരാഗ് കുമാര ദിശനായകെ ഇന്ന് പ്രസിഡന്റാണ്. ഇന്ത്യക്കെതിരായി യാതൊരു പ്രവർത്തികളും തങ്ങളുടെ രാജ്യത്ത് നടക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ദിശനായകെ. ബംഗ്ലാദേശിൽ നമുക്കറിയാം, ഇന്ത്യൻ അനുകൂല സർക്കാർ നിലംപൊത്തിയിരിക്കുകയാണ്. ഇനി അടുത്തത് ബംഗ്ലാദേശിന്റെ ഊഴമാണ്. ഈ വാക്കുകൾ ഓർത്തു വെച്ചോളൂ. അടുത്തത് ബംഗ്ലാദേശിന്റെ ഊഴമാണ്. മുഹമ്മദ് യൂനിസും ഇന്ത്യ വിരുദ്ധരും ഇതേ പ്രപഞ്ച ശക്തി തന്നെ അവരെ ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുകുത്തിക്കുന്ന ദിവസങ്ങൾ വരാൻ പോവുകയാണ്. ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ഓരോ രാജ്യങ്ങളും ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഓരോ ശക്തികളും ശക്തി ക്ഷയിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രപഞ്ചം വീണ്ടും ഇന്ത്യയെ ഭൂമിയുടെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് 3000 മുതൽ 4000-ഓളം വർഷം തുടർച്ചയായിട്ട് ലോകത്തെ ടോട്ടൽ GDP-യുടെ ഏകദേശം 30 മുതൽ 40% വരെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലായിരുന്നു, ഇന്ത്യയിലെ രാജ്യങ്ങളിലായിരുന്നു. പലരും പറയും ഇന്ത്യ എന്ന രാജ്യമില്ലല്ലോ എന്ന്. ഇന്ത്യ എന്ന രാജ്യം ഇന്ന് നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കുന്നു. പണ്ട് കാലത്ത് ഭാരതമെന്നും ഭാരതവർഷമെന്നും വിളിച്ചിരുന്നു. മൗര്യ എംപയർ എന്നും അല്ലെങ്കിൽ നന്ദ എംപയർ എന്നും ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പുരാതന കാലത്ത് അതൊക്കെ രാജാക്കന്മാരുടെ പേരിൽ നമ്മൾ ഇന്ന് വിളിക്കുന്ന പേരുകളാണ്. പുരാതന കാലത്ത് അന്നത്തെ ഇന്ത്യക്ക് പല പേരുകളുണ്ടായിരുന്നു. ഭാരതവർഷ, ഭാരതം, മഗധ, അങ്ങനെ പല പേരുകളിൽ വിളിച്ചിരുന്നു ഇന്ത്യയെ, പല പേരുകളിൽ. അപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഐക്യത്തോടെയും അനൈക്യത്തോടെയും നിലനിന്നിട്ടുണ്ട്. പല പല നാട്ടുരാജ്യങ്ങളായും നിലനിന്നിട്ടുണ്ട്. വിശാലമായ വലിയ രാജ്യമായിട്ടും നിലനിന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അല്ല ഇന്ത്യ ഉണ്ടായത്. ശരിയാണ്, ഒരു ഘട്ടത്തിൽ ഇപ്പൊ മൗര്യ സാമ്രാജ്യത്തിന്റെ ഒക്കെ തകർച്ചയ്ക്ക് ശേഷം പിന്നീട് കുറെ കാലം പല പല രാജ്യങ്ങളായിട്ടാണ് ഇന്ത്യ ഉണ്ടായിരുന്നത്. പിന്നീട് വല്ലപ്പോഴുമൊക്കെ പുതിയ ഭരണകൂടങ്ങൾ വരും. അവര് 100, 50, 100, 200 വർഷം വലിയ സാമ്രാജ്യമായിട്ട് ഭരിക്കും. അവര് താഴെ പോകും. പുതിയ ഒരു രാജാവ് ഉദയം ചെയ്യും. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഈ മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളും ഭരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഹിന്ദു രാജാക്കന്മാരും അവരും തമ്മിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് അതിനെ മുതലെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്നത്തെ ഇന്ത്യ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതിനു മുമ്പും വിശാലമായ ഇന്ത്യ പല കാലങ്ങളിലും ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പും ഉണ്ടായിരുന്നു. ഇന്ത്യൻ സബ് കോണ്ടിനെന്റും ഉണ്ടായിരുന്നു. ഇവിടുത്തെ കൾച്ചറും ഉണ്ടായിരുന്നു. അപ്പോ ആ ഇന്ത്യ 40% വരെ ലോകത്തിന്റെ GDP-യുടെ 40% വരെ നൽകിയിരുന്ന ആ ഇന്ത്യ നമ്മുടെ ആ ഒരു നല്ല കാലത്തിലേക്ക് പതിയെ പതിയെ മടങ്ങി വരികയാണ്. ഇന്ത്യൻ സിവിലൈസേഷനെ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനെ, നമ്മുടെ സംസ്കാരത്തെ വീണ്ടും ലോകത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടുവരാൻ പ്രപഞ്ചം തന്നെ ശ്രമിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഇന്ത്യയുടെ ശത്രുക്കൾ ഓരോരുത്തരായി വീണുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ, ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ ഇന്ത്യക്ക് അതിശയിപ്പിക്കുന്ന എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്ന വർഷങ്ങളാണ്. അതിശയിപ്പിക്കുന്ന ഗ്രോത്ത്. 2030 എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വർഷമായിരിക്കും. 2030 കൂടി ഏതാണ്ട് $10 ട്രില്യൺ അടുത്ത് GDP ഉള്ള രാജ്യമായിട്ട് മാറാൻ ഇന്ത്യക്ക് സാധിക്കും. 2025-26 കൂടി നമ്മൾ 5 ട്രില്യൺ GDP ക്രോസ് ചെയ്യേണ്ടതാണ്. പക്ഷേ പല വിദേശ ശക്തികളുടെയും ഇടപെടൽ കാരണം അതൊന്ന് സ്ലോ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ ഇനിയുള്ള വർഷങ്ങളിൽ ഇന്ത്യ വളരും. നമ്മുടെ GDP ഗ്രോത്ത് 2027 ശേഷം ചിലപ്പോൾ 10% വരെ ഉയരാൻ സാധ്യതയുണ്ട്. അതിവേഗത്തിലുള്ള ഒരു വളർച്ചയായിരിക്കും പിന്നീട് ഉണ്ടാവുക. ഒന്നുറപ്പാണ്, പ്രകൃതിയും പ്രപഞ്ചവും ഇന്ത്യയുടെ ആ ഒരു തിരിച്ചുവരവിന് തയ്യാറായിരിക്കുകയാണ്. നിലവിലെ പല സിവിലൈസേഷൻസും അതിന്റെ സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അത് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇന്ത്യ
ഇപ്പോൾ ചൈന എങ്ങനെയാണോ അവരുടെ ആ ഒരു പഴയ സിവിലൈസേഷൻ എന്ന നിലയിലേക്ക് തിരിച്ചു വരുന്നത്, അതുപോലെ ഇന്ത്യയും തിരിച്ചു വരും. ചൈനയ്ക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ സാധിച്ചത് ഒരുപക്ഷെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണവും രണ്ടാമത് ഈ പൂർണ്ണമായിട്ടും ഒരു ബ്രിട്ടീഷ് കോളനി അല്ലാതിരുന്നു എന്നതുമൊക്കെയാണ്. എന്നാൽ ഇന്ത്യ ബ്രിട്ടന്റെ കോളനി ആയിരുന്നത് കൊണ്ട് തന്നെ പിന്നീട് വന്ന ഇന്ത്യയുടെ ഭരണകൂടങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ടും ഇന്ത്യയുടെ വളർച്ചയൊന്നും മെല്ലെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനർത്ഥം നമ്മൾ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തില്ല എന്നല്ല. ഞാൻ ഈ പഴയ പ്രതാപം എന്ന് പറയുന്നത് 2000 വർഷം മുമ്പ് അന്നത്തെ ഏറ്റവും മികച്ച ടെക്നോളജി, അന്നത്തെ ഏറ്റവും മികച്ച ശാസ്ത്രീയമായ അടിത്തറയും അറിവും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നോളജും എല്ലാം ഉണ്ടായിരുന്നത് ഇന്ത്യയിലായിരുന്നു. ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ എന്ന് പറയുന്നത് പോലെ ഒരു 1000 വർഷത്തിന് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അമേരിക്കയെ നമ്മൾ ഒരുപക്ഷെ ഇന്ന് നമ്മൾ 1000 വർഷം മുമ്പത്തെ ഇന്ത്യ എന്തായിരുന്നു അങ്ങനെയുള്ള രീതിയിലായിരിക്കും കാണുക. ഇനിയുള്ള ഒരു 1000 വർഷം കഴിയുമ്പോൾ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം ചിലപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം മുഴുവൻ മനുഷ്യർ സഞ്ചരിക്കുന്ന നിലയിലേക്ക് മാറാം. അന്ന് ചിലപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയോ ചൈനയോ അതല്ലെങ്കിൽ ആഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു രാജ്യം പോലും ആകാം. അതൊക്കെ സംഭവിക്കാം. പക്ഷേ ഇന്ന് അമേരിക്ക എങ്ങനെ വലിയൊരു പവർ എല്ലാ മേഖലയിലുമായോ, ടെക്നോളജി, ശാസ്ത്രം, എക്കണോമി എല്ലാത്തിലും എങ്ങനെ അമേരിക്ക ലീഡ് ചെയ്യുന്നു, അതുപോലെ 10,000-2000 വർഷം മുമ്പ് ലീഡ് ചെയ്തിരുന്ന ഒരു ചരിത്രമാണ് ഇന്ത്യക്ക്. അതിലേക്ക് ഇന്ത്യ പതിയെ മടങ്ങി വരികയാണ്. ഇന്ത്യയുടെ ആ ഒരു പഴയ പ്രതാപം വീണ്ടെടുക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ പ്രകൃതിയോ പ്രപഞ്ചമോ ഇനി മറ്റെന്തെങ്കിലുമോ എന്താണെങ്കിലും അത് തട്ടി മാറ്റി തരികയാണ്. അതിനെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.